എന്തിനാണ് നല്ല വണ്ടി വേണ്ടതെന്ന് ചോദിച്ചാൽ പെണ്ണിനെ കിട്ടില്ല എന്നതാവും മറുപടി. എന്തിനാണ് നല്ല ജോലി വേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ല പെണ്ണിനെ കിട്ടും എന്ന് പറയും. ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും ഈ ലൈംഗികത കലർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ പോലും കാണാറുണ്ട് ആളുകൾ വിട്ടുപോകുന്നത്. ദ ഗേൾ ഫ്രണ്ട് ഇസ് നോട്ട് ഹാപ്പി വിത്ത് ദി അസറ്റിക് നേച്ചർ ഓഫ് ദ ജോബ്. ജോലിയിലും ലൈംഗികത, എല്ലാ കാര്യത്തിലും ഇതുതന്നെയാണുള്ളത്. ഞാൻ ലൈംഗികതയ്ക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയ ആളാണ്, ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചിലർ പറയും. എന്നാൽ ആ കുട്ടികൾ ഉണ്ടായത് എന്തിനു വേണ്ടിയായിരുന്നു? അല്ല, ഞാൻ ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ലൈംഗികത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി, എന്തിനാണ് കല്യാണം കഴിച്ചത്? നിങ്ങൾക്ക് ഉയർന്ന ബോധമുള്ള ഒരു പണ്ഡിതയെ കിട്ടിയിട്ട് നിങ്ങൾ അവരുടെ മുന്നിൽ മുട്ടുകുത്തി യാചിച്ചാണോ കല്യാണം കഴിച്ചത്? ദേവി, എനിക്ക് ജീവിതകാലം മുഴുവൻ കൂട്ടുനിൽക്കുമോ എന്ന്? ഒന്നുമില്ല. ഫോട്ടോ കണ്ടു, പോയി കണ്ട് കണ്ണുകൾ കൊണ്ട് ഉടലളന്നു, എന്നിട്ട് പറഞ്ഞു ഇത് ശരിയാണ്, ഇത് നടക്കുമെന്ന്. വാസ്തവത്തിൽ നമുക്ക് ശരിക്കുള്ള ബ്രഹ്മചര്യം വേണം. പക്ഷേ അത് ബാബാമാർ പറയുന്ന ബ്രഹ്മചര്യമല്ല. ശാരീരികമായ വാസനകളെ ജീവിതത്തിന്റെ ഒരു മൂലയിലേക്ക് മാറ്റിവെക്കുന്നതാണ് ശരിക്കുള്ള ബ്രഹ്മചര്യം. നിങ്ങൾ അതിന് മനസ്സിൽ നേരിട്ടോ അല്ലാതെയോ 80% സ്ഥാനം നൽകിയിരിക്കുകയാണ്. പക്ഷേ അതിന് അർഹതയുള്ളത് 2, 5 അല്ലെങ്കിൽ 8% മാത്രമാണ്. നമ്മുടെ ശരീരം ഇത്ര വലുതാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം ഏകദേശം ഒരുപോലെയാണ്. ശാരീരിക ഘടന നോക്കിയാൽ പോലും ലൈംഗികമായ വ്യത്യാസങ്ങൾ വെറും 5, 10 അല്ലെങ്കിൽ 15% മാത്രമേ കാണൂ. അതിൽ കൂടുതൽ ശ്രദ്ധ ലൈംഗികത അർഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ സാധാരണക്കാരൻ എന്ന് വിളിക്കുന്നവന്റെ തലയിൽ എപ്പോഴും ലൈംഗികത മാത്രമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നേരിട്ടോ അല്ലാതെയോ തനിക്കിതിലൊന്നുമില്ല എന്ന് തോന്നുന്നവർ ആ പരോക്ഷമായ രീതിയെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കൂ.